നമസ്തേ. രത്നങ്ങളെല്ലാം വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വളരെ കാഠിന്യമുള്ള രത്നങ്ങളും വളരെ സോഫ്റ്റായിട്ടുള്ള രത്നങ്ങളും നമ്മൾ കാണാറുണ്ട്. കാലാകാലങ്ങളായി ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങൾ, എന്നാൽ ഷോർട്ട് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളും ധാരാളമുണ്ട്. കാണാം രത്നലോകത്തെ കാഴ്ചകൾ രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രത്നങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയാറുണ്ട്. അത് ഉപയോഗിക്കുന്ന രത്നങ്ങൾ നമ്മൾ അറിഞ്ഞു വേണം നമ്മൾ ഒന്ന് കൈകാര്യം ചെയ്യാനെന്നുള്ള കാര്യം നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു സിന്തറ്റിക് സ്റ്റോണുകളെക്കുറിച്ച്, ആ സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സംശയം ഒന്ന് ചോദിക്കാനായിട്ടാണ്. അതായത് ഈ രത്നങ്ങൾ ഉപയോഗിക്കുമ്പം അത് ക്ലീൻ ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ അത് പാലിൽ ഒക്കെ ഇട്ട് വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക, അങ്ങനെ പല രീതികളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിസ്ഥാനം എന്താണ്? ഇതൊരു കൃത്യമായ ചോദ്യമാണ്. കാരണം ധാരാളം ആൾക്കാർ രത്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, സാറേ അത് പാലിൽ ഇട്ട് വെക്കണം, ഇട്ട് വെച്ചില്ല, ഇട്ട് വെക്കേണ്ടതാണോ എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. പാലിലും വെള്ളത്തിലും ഒക്കെ. കാരണം പാലും ഒരു ഔഷധ ഗുണമുള്ള കാര്യം തന്നെയാണ്, വെള്ളവും ശുദ്ധീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ചില രത്നങ്ങൾക്ക് ഇത് ഈ വെള്ളവും പാലും ഒന്നും നമ്മൾ ലോങ് ടൈമിൽ ഇട്ട് വെച്ചാൽ ആ കല്ലിനെ എഫക്റ്റ് ചെയ്യും. അത് എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ കല്ലിനകത്ത്, അതായത് പേൾസ്, കോറൽസ്, ലാവ സ്റ്റോൺസ്, അംബർ, ഓപ്പൽസ്, മാലക്കൈറ്റ്, ഇങ്ങനെയുള്ള രത്നങ്ങൾക്ക് എല്ലാം നമ്മൾ കാണാത്ത ഒരു ഇൻവിസിബിളായിട്ടുള്ള സുഷിരങ്ങൾ അതിനകത്തുണ്ട്. ഉദാഹരണം ഇപ്പോൾ മുത്തുകൾ ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാവുന്നതല്ല. മുത്ത് ഫുള്ള് കാൽഷ്യം കാർബണേറ്റും, അത് കാൽഷ്യം കാർബണേറ്റിന് അർഗണൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ രൂപത്തിലോട്ട് വരുന്നു. കോൺഷിയോളിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് അതിനകത്തുള്ളത്, ഈ മുത്തുകളിലുള്ളത് ആ പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് ഹെൽത്ത് വൈസിലൊക്കെ ഈ നമുക്ക് രത്നങ്ങൾ പലപ്പോഴും ഈ പേൾസൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം അതാണ്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് സോഫ്റ്റ് സ്റ്റോൺസാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിലും പാലിലൊക്കെ ഇട്ട് വെച്ചാൽ കല്ലിനകത്തോട്ട് ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. കല്ലിൻ്റെ കളറിലും ക്യാരക്ടറിസ്റ്റിക്സിലും ഒക്കെ ചേഞ്ചസ് വരും. ഇതെല്ലാം ഒന്ന് ചുമ്മാ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കഴിയും ശുദ്ധീകരിച്ചുമൊക്കെ എടുക്കാം. ചിലർ ഗംഗാജലത്തിലുമൊക്കെ ശുദ്ധീകരിക്കുന്നത്, അതെല്ലാം നല്ലതല്ല എന്നല്ല പറയുന്നത്. എന്നാൽ പ്രീഷ്യസ് സ്റ്റോൺസ് കാറ്റഗറിയിൽപ്പെടുന്ന റൂബി, ഡയമണ്ട്സ്, ഗോമേതകം, ബ്ലൂ സഫയർ, യെല്ലോ സഫയർ, എമറോൾഡുകൾ, ഇതെല്ലാം വെള്ളത്തിൽ കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതിന് ഹാർഡ്നെസ് കൂടുതലാണ്, അതിന് സ്ട്രോങ് ആയിട്ടുള്ള ആറ്റമിക് സ്ട്രക്ചറുണ്ട്. അതൊന്നും വെള്ളം നമ്മളൊഴിച്ചാൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട്, റഫ് കല്ലെടുത്ത് വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ തെറിച്ച് ദൂരെ പോകത്തേ ഉള്ളൂ, ഒന്നും അബ്സോർവ് ചെയ്യത്തില്ല. അപ്പോൾ അത് നമുക്ക് വേണം ഇട്ട് വെക്കാം. ഒരു ദിവസം 2 ദിവസമോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനിത് സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട കല്ലുകൾ, കോറൽസ്, പേൾസ് കഴുകിയെടുക്കാൻ പറയുന്നത് വേറൊന്നുമല്ല. ഒരു കല്ല് നമ്മുടെ കയ്യിലോട്ട് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മൈനിങ് മുതൽ വിവിധ തരത്തിലുള്ള പ്രോസസ്സിങ് കഴിഞ്ഞ് പിന്നെ അത് ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ അടുക്കൽ കെട്ടി അത് പണിത് ഒരു മെറ്റലിനകത്താക്കി വരുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാത്ത ഒരുപാട് ഡസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പുതിയ വീട്ടിലോട്ട് നമ്മൾ കയറുന്നെങ്കിലും തലേദിവസം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി കയറുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇട്ട് വെക്കാം. നമുക്കൊരു ബ്ലൂ സഫയർ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വെള്ളത്തിലിട്ട്. അല്ലാതെ നമ്മൾ പേളും കോറലും എടുത്ത് ഇട്ട് വെച്ചാൽ പെട്ടെന്നത് അതിനകത്ത് വെയിറ്റ് ലോസ് വരും, ചിലപ്പോൾ കളർ ചേഞ്ചസ് വരും. കോറൽസ് കാലക്രമത്തിൽ തന്നെ തേയ്മാനം സംഭവിക്കുകയും കളർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭംഗി ഉപയോഗത്തിൽ നഷ്ടപ്പെട്ടു പോകും. അത് കോറൽസിൻ്റെ ഐഡൻറ്റിറ്റി അല്ല, ഹോൾ മാർക്കിങ്. അത്
അതായത് ഈ പറയുന്ന പേൾസ് അല്ലെങ്കിൽ കോറൽസ് പോലെയുള്ള രത്നങ്ങൾ ഈ വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള അബ്സോർവ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് വരുന്ന ഒരു കല്ല് ഓപ്പൽസ് ആണ്. ഓപ്പൽസ് ഏറ്റവും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി, ഓപ്പൽസ് നല്ല ഓപ്പൽസിന് കുറച്ച് വിലയുള്ള ഓപ്പൽസുമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൽസ് ഒക്കെ കൂബർബഡി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ ധാരാളം നല്ല ഓപ്പൽസ് ഉണ്ട്. പക്ഷെ അതുമെല്ലാം നമ്മൾ നന്നാകും തോറും അത് അതിന് ഭയങ്കര സോഫ്റ്റായി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ പോകും. ഓപ്പൽസ് നമ്മൾ ഷോപ്പിൽ എവിടെ കൊടുത്താലും നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് ഹീറ്റ്. ഇപ്പോൾ സ്ത്രീകൾ ഓപ്പൽസിൻ്റെ ഒക്കെ സ്റ്റോണൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുക, ഒക്കെ നല്ല ഡയറക്റ്റായിട്ട് ഈ ചൂടടിക്കുകയാണെങ്കിൽ ആ കല്ലിനകത്ത് പെട്ടെന്ന് ചേഞ്ചസ് വരും. ഒട്ടേറെ അവർ കംപ്ലൈൻറ്റുമായിട്ട് വരും. ശരി, നമുക്ക് ഇത് എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത്, നമ്മളെ 30 years എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ഈ കല്ലുകൾ നമ്മൾ കൊടുക്കുമ്പം അത് കൃത്യമായിട്ട് പറയും, ഇത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാവുള്ളൂ, അത് ഉപയോഗിക്കാമെങ്കിൽ മാത്രമേ ഈ കല്ല് വാങ്ങാവുള്ളൂ. കാരണം ഇതിങ്ങനെ കളർ ചേഞ്ച് ഇതും വരുന്നത് ഇതിൻ്റെ നാച്ചുറൽ ആയതുകൊണ്ടാണ്, ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ടല്ല. ആർട്ടിഫിഷ്യൽ രത്നങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഈ സിന്തറ്റിക് സ്റ്റോൺസ് ചൂടടിച്ചാലും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. അത് മാൻമെയ്ഡ്. നാച്ചുറൽ കല്ലുകൾക്ക് നാച്ചുറലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ രത്നങ്ങൾ ഉപയോഗിക്കുക. കല്ലിൻ്റെ കാഠിന്യമൊന്നും ആൾക്കാർ കസ്റ്റമർ പഠിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്നവരത് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കണം. ഈ കാണുന്ന വെയിറ്റ് കാണത്തില്ല. ഇപ്പോൾ ഒരു 5 കാരറ്റ് പേള് മേടിച്ച് ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ അത് അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. കാരണം അത് നാച്ചുറൽ ആയതുകൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട, ഹാൻഡിൽ വിത്ത് കെയർ രത്നങ്ങളാണത്. ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞു ഓപ്പൽസ് എന്ന രത്നങ്ങൾ, ഇപ്പം അധികമായിട്ടുള്ള ചൂട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡാമേജ് സംഭവിക്കാം. കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ കളർ ചേഞ്ച് ഈ ഓപ്പൽസിനും വരുമോ? പിന്നെ തീർച്ചയായിട്ടും വരും. അതിലുള്ള ആ പ്ലേ ഓഫ് കളേഴ്സ് ചിലപ്പം കളേഴ്സേ മാറും. അതായത് ഗ്ലിറ്ററിങ് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സ്റ്റാർ പോലുള്ള അതൊക്കെ പോകും. അത് കാരണം അതിനകത്ത് ഇതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അടരുകളാണ്. അതിനകത്ത് സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അടരുകൾ കൊണ്ടാണ് കല്ലുണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും. എനിക്ക് തോന്നുന്നു ഇതേ കാറ്റഗറിയാണ് ഈ ആംബർ സ്റ്റോണും. ആംബർ സ്റ്റോൺസുകൾക്കും ഇത് തന്നെയാണ്. ആംബറൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസാണ്. ആംബറിൽ നല്ല പെർഫ്യൂംസ് ഒക്കെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കല്ലുകൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് സ്റ്റോൺസ് വെള്ളം അബ്സോർവ് ചെയ്യുന്ന വാട്ടർ എലമെൻറ്റ് സ്റ്റോൺസ്, ഇതിന് വേറൊരു മൈനസ് പോയിൻ്റ് കൂടെ ഉണ്ട്. ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്നാൽ ഡീഹൈഡ്രേഷൻ വന്നും പോവും, ഡാമേജ് ആയിപ്പോവും. അപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പം, വെള്ളം കുറഞ്ഞാലും കുഴപ്പം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രത്നങ്ങൾ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒന്ന് സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇതിനെ ഒന്ന് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ പേൾസ്, കോറൽസ് ഇതുപോലുള്ള സോഫ്റ്റ് സ്റ്റോൺസ് ചെറിയ കോട്ടണിൽ ഒന്ന് നനവുള്ള ചെറിയ കോട്ടണിൽ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചാൽ അത് അവിടെ ഇരിക്കും. എന്നാലും പേൾസ് ഈ വെട്ടം കണ്ടില്ലെങ്കിൽ, ഓയിസ്റ്റർ എന്ന് പറയുന്ന സംഭവമാണല്ലോ അത് വെട്ടവും വെളിച്ചവും അതിന് കണ്ടില്ലെങ്കിലാണ് അത് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി, അതിൻ്റെ കളർ ചിലപ്പോൾ ചേഞ്ച് ആയിപ്പോവും, ചേഞ്ചസ് വരാം. അതിനകത്ത് കളർ ചേഞ്ച് വരാത്തത് ബ്ലാക്ക് പേൾസിൽ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് പേൾസ് ഉണ്ടാകുന്നത് ബ്ലാക്ക് ഓയസ്റ്ററിൻ്റെ ലിപ്സ് ഉള്ളത്, ചുണ്ട്, കറുത്ത ചുണ്ടുള്ള ഓയസ്റ്റർ, അത് അതിനകത്തുനിന്ന് വരുന്ന സലൈവയിൽ നിന്നാണ് ബ്ലാക്ക് പേൾസ് ഉണ്ടാകുന്നത്. അതൊന്നും നമുക്കല്ലോ. വൈറ്റ് പേൾസ്, റോസ് പേൾസ് അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കളർ, ഇത് കളർ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. ആൾക്കാർ ഓട്ടി വരും കടയിൽ. അപ്പം ഇത് നാച്ചുറലാണെന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ പറയേണ്ട കാര്യം. ഇപ്പോൾ പേളിനകത്തെയും കോറൽസിനകത്തേക്ക് കളർ മാറുകയും, പിന്നെ കോറൽസ് നമുക്ക് വിണ്ട പോലെ ഇരിക്കും, കാരണം വിളഞ്ഞിട്ടുണ്ടാകുന്ന സാധനം ഇത്. അതിൽ ഉള്ളിൽ ഈ ഒരു വരകൾ പോലെ അല്ലെങ്കിൽ പൊട്ടി അടർന്നു മാറിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ കടലിലെ ഉപ്പുരസം വലിച്ചെടുത്തിട്ട് അത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് പുറത്തോട്ട് തള്ളിയിട്ട് വലിയ കൊമ്പ് പോലെ വളർന്നുണ്ടാവും ഇത്.
ഒരു കൊമ്പാണ് അത്. കോറൽ റീഫ്സ് എന്നൊക്കെ പറയുന്ന വലിയ കൊമ്പുകളാണ്. ആ കൊമ്പുകൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഇതാണ് ഇതിനകത്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് വിളഞ്ഞിട്ട് നമ്മൾ ചില മാങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ല മൂവണ്ടനൊക്കെ ഇങ്ങനെ വിളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രാക്ക് പോലെ നിൽക്കുന്നത്. പക്ഷെ അത് ക്രാക്ക് അല്ല അത്. അതതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. കോറൽസിനകത്ത് നമ്മൾ തുളഞ്ഞിട്ട് ഇങ്ങനെ തുളഞ്ഞ് ദ്രവിച്ചിട്ട് പുഴുക്കുത്ത് പോലെ കയറി കിടക്കുന്ന കല്ലുകൾ കൊള്ളത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഒരു കല്ല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള കല്ലുകൾക്ക് നാച്ചുറൽ ലക്ഷണങ്ങൾ അതിനകത്തുണ്ട്. ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അയ്യോ ഈ കല്ല് അങ്ങനെയാണോ ഈ കല്ല് ഇങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ സോഫ്റ്റ് സ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആംബർ അല്ലെങ്കിൽ ഓപ്പൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊരു ഡീഹൈഡ്രേഷൻ, അധികം വെള്ളമായാലും പ്രശ്നമാണ്, തീരെ വെള്ളം കുറഞ്ഞു പോയാൽ ഇതിനൊരു ഡാമേജ് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ് സ്റ്റോണുകൾക്ക് ഓയിലിങ് നമുക്ക് നല്ലതാണ്, അഡ്വൈസബിൾ. ഓയിൽ ചെറുതായിട്ട് തൂത്ത് വേണം, ഒന്നും അതിനകത്ത് പിടിപ്പിച്ച് വെക്കരുത്. ഓയിൽ പിടിപ്പിച്ച് വെച്ചാൽ ഓയിലും ഒബ്സർവ് ചെയ്യുക കുറേശ്ശെ. തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ഈ വെള്ളമൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ബാധിക്കത്തില്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ബാധിക്കുന്നില്ല. നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അതിനെ പ്രശ്നം വരും. ഇത് നമ്മൾ ഊരി വെക്കുമ്പോഴാണ് ഇതെല്ലാം വെക്കുന്നത്. അതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന 2 കല്ലുകളുണ്ട് ക്രാക്ക് വീഴുന്നത്. ഒന്ന് എമറാൾഡും ഒന്ന് ഗോമേതകം എന്ന് പറയുന്നത് ഹസോണൈറ്റ് ഗാർണറ്റ് എന്ന് പറയുന്ന കല്ലുകളും. ഇത് രണ്ടും നമ്മൾ ഷോറൂമിൽ തന്നെ നമുക്ക് വെച്ചാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓയിലിട്ടൊന്ന് ശുദ്ധീകരിച്ച് വെക്കണത് ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഓരോ രത്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ കല്ല് വിൽക്കുന്ന ഒരു മെയിൻ്റനൻസ് ആൻഡ് കെയറിങ്, അതിന് ഒരു പ്രത്യേകം സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിച്ച് തന്നെ നിർത്തണം. അല്ലെങ്കിൽ കല്ലൊക്കെ നമ്മൾ ഇപ്പോൾ വരുന്ന കല്ല് ഇപ്പോൾ 100 കല്ല് വന്നാൽ 100 ചിലവായി പോകുമല്ലോ. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒന്നും കുറവ് വരാത്തതും ഡീഹൈഡ്രേഷൻ ബാധിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം. അതും നമ്മൾ ഇത് വാങ്ങുന്നവരുടെ അടുത്ത് അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുകയും ചെയ്യണം, നമ്മളത് അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ ലാവ സ്റ്റോൺസ് പോലത്തെ സ്റ്റോൺസുകളുണ്ടല്ലോ. ഇപ്പോൾ വോൾക്കാനിക് എറപ്ഷൻ, വോൾക്കാൻ, അതായത് അഗ്നിപർവ്വതം പൊട്ടി വരുന്ന ആ ലായനി അന്തരീക്ഷമായിട്ട് ചേർന്ന് കഴിയുമ്പം ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ചൂടും സമ്മർദ്ദം കൊണ്ടാണ് ലാവ സ്റ്റോൺ ഉണ്ടാകുന്നത്. അതിന് നല്ല വിസിബിളായിട്ടുള്ള സുഷിരമുണ്ട്. അതും വെള്ളത്തിൽ ഒരുപാട് സമയം ഇട്ടാൽ അതിനകത്തുനിന്ന് വെള്ളം പതുക്കെ അബ്സോർവ് ചെയ്യത് കുറേശ്ശെ ഫയർ എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അത്രയും ആ ജ്വാല കണ്ടാണല്ലോ ഇത് ഉണ്ടായി വരുന്നത്. എന്നാൽ അഗ്നിപർവ്വതത്തിനുണ്ടാകുന്ന മറ്റൊരു കല്ലാണ് ഒബ്സീഡിയൻ. അതിനകത്ത് ഒരു കാരണവശാലും പിന്നെ വെള്ളം പിടിക്കത്തില്ല. കാരണം അത് ഈ അന്തരീക്ഷത്തിൽ ഈർപ്പവും ഇതുമെല്ലാം കൊണ്ട് ഗ്ലാസ് ആവുക. കട്ടിങ്ങിനായിട്ട് നൈഫ് പിച്ചാത്തി ഉണ്ടാക്കാനായിട്ട് ഒബ്സീഡിയൻ പിച്ചാത്തികളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ആ ഒരു വിവരം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രത്നങ്ങളുടെ കൂടിയാണ്. അഗ്നിപർവ്വതം എന്ന് പറയുന്ന 2 രത്നങ്ങളുടെയും 2 ക്യാരക്ടർ മനസ്സിലായില്ലേ? അന്തരീക്ഷത്തിലെ ആ വായുവും കൊണ്ടിട്ട് ഉണ്ടാകുന്ന കല്ല്, അന്തരീക്ഷത്തിലെ ജലാംശം കൊണ്ട് ഫോം ചെയ്യുന്ന കല്ല്. അതിലിപ്പം ലാവ സ്റ്റോൺസ് നമുക്ക് വെള്ളം കുടിക്കുമെങ്കിൽ അതേപോലെ വരുന്ന ഒബ്സീഡിയൻ സ്റ്റോൺ ഒരിക്കലും വെള്ളം പിടിക്കത്തില്ല, ഗ്ലാസ്സാണ്. തന്നെ അത് വളരെ ഹാർഡാണ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം. ഒബ്സീഡിയൻ ബാൻഡുകളുണ്ടല്ലോ ഉപയോഗിക്കുന്നുണ്ട്, ലാവയുടെ ബാൻഡുകളുണ്ട്, ഒബ്സീഡിയൻ ബാൻഡ്സ് ഉണ്ട്. ഇതെല്ലാം അതേ കാറ്റഗറി പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഈ സോഫ്റ്റ് സ്റ്റോണുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം കൂടിയ രത്നങ്ങളുണ്ട്. ഈ സോഫ്റ്റ് സ്റ്റോൺ നമുക്ക് ഒരുപാട് വർഷങ്ങളിലേക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ വരും അല്ലേ, ഇങ്ങനെയുള്ള ഡാമേജസ് കൊണ്ട്? അത് ഉണ്ടാവും. കാരണം പേൾസും കോറൽസും നമ്മുടെ രത്നശേഖരങ്ങളിൽ കുറവാണ്. അല്ലെങ്കിൽ അതുപോലെ പഴയ പാലസിലൊക്കെ അതുപോലെ കെയർ ചെയ്യുന്നത് കൊണ്ടാണത്. അതിരിക്കും തന്നെ അത് കുറേശ്ശെ അതിൻ്റെ വെയിറ്റ് ലോസും അന്തരീക്ഷമെല്ലാമായിട്ട് വെട്ടി പോകും. അതാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പേളും കോറൽസും ഉള്ളതായിട്ട് എനിക്കറിവില്ല. ബാക്കി കല്ലുകളെല്ലാം ഉണ്ട്. ഇരുന്ന വായു കയറിയില്ലെങ്കിൽ അത് പോയി നശിച്ചു പോകും. ഈ മരതകവും അങ്ങനെ തന്നെയാണ്. മരതകത്തിൻ്റെയൊക്കെ സ്റ്റേജ് എങ്ങനെയാണെന്ന് അറിയാൻ മേല. ത്രൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മരതകത്തിന് ഈ പ്രൊഫഷനുണ്ട്. പെട്ടെന്ന് ക്രാക്കങ്ങ് വീഴുക.
ഈ ഡീഹൈഡ്രേഷൻ പ്രശ്നങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വളരെ കാഠിന്യം കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇപ്പം വേറൊരു സംശയം വെച്ചാൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങൾ അല്ലെങ്കിൽ ഉപയോഗത്തിൽ തേയ്മാനം വരുന്ന രത്നങ്ങൾ, അങ്ങനെയുള്ള രത്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം ഇതിൻ്റെ തൂക്കം എങ്ങനെയാണ്? നോർമലായി ഉപയോഗിക്കുന്നതിലും അധികം നമ്മൾ ഉപയോഗിക്കണോ ഇതിൻ്റെയൊക്കെ? അതിന് രണ്ട് കാര്യമുണ്ട്. നമുക്ക് ഈ ഒപ്പാക് കാറ്റഗറി സ്റ്റോൺസിൽ പെടുന്ന കല്ലുകളാണ് പേൾസ്, കോറൽസ്, ഇങ്ങനെയുള്ളതെല്ലാം. ഇതിന് ജനറലി മറ്റ് ട്രാൻസ്പെറൻസി ഉള്ള കല്ലിനേക്കാളും കൂടുതൽ തൂക്കം വേണം. എങ്കിലും ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ടിൽ ഈ പർട്ടിക്കുലർ പ്ലാൻസ്, ഇപ്പോൾ പേൾസും കോറൽസും ആണല്ലോ എന്നോട് ചോദിച്ചത്. പേൾസ് ചന്ദ്രൻ്റെ സ്റ്റോണാണ്, ചന്ദ്രനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോണാണ്. കോറൽസ് മാഴ്സ് അല്ലെങ്കിൽ ചൊവ്വയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. ഇതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻസ് ആ വ്യക്തിയുടെ ചാർട്ടിൽ എങ്ങനെയാണ്, ഇത് ഉപയോഗിക്കാവുന്നതാണോ ഈ രണ്ട് കല്ലുകളും എന്ന് നമ്മൾ ആദ്യം നോക്കും. ഉപയോഗിക്കാവുന്നതാണെങ്കിൽ എന്ത് ക്വാണ്ടിറ്റി ഇതിന് കൊടുക്കാൻ പറ്റും. കാരണം പേൾസും കോറൽസും രണ്ടും കടലിൽ നിന്ന് വരുന്നെങ്കിലും രണ്ട് ക്യാരക്ടറാണ്. ഒരാൾ വളരെ സോഫ്റ്റ് ആയിട്ട് പതുങ്ങി സെൻസിറ്റീവും കരയാൻ മുട്ടിയിരിക്കുന്ന ആളായിട്ടും വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ എപ്പോഴും സെൻസിറ്റീവ് മദറാണത്. അതായത് മുത്തുകൾ എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാതാവ്. അപ്പോൾ ആ സെൻസിറ്റിവിറ്റിയാണ് ആളുടെ നേച്ചർ അതാണ്. അപ്പോൾ അതിനുള്ള ക്യാരക്ടർ അങ്ങനെയാണ് ആ പേൾസിന്. അപ്പോൾ പേള് നമുക്ക് ഒരാൾക്ക് ചന്ദ്രൻ്റെ ഇത് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ നോക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ക്യാരറ്റ് 2 ക്യാരറ്റ് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ടും അത് വലിയൊരു ഡാമേജ് വരുന്നില്ല. എന്നാൽ മറ്റേ പുള്ളി ചൊവ്വ നേരെ തിരിവാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ പട്ടാളത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ചൊവ്വയായിരിക്കും പോകുന്നത്. മിലിറ്ററി സേനാധിപതി, സേനാനായകൻ, അതാണ് ചൊവ്വ. അപ്പം വളരെ ധൈര്യവും കോൺഫിഡൻസും, കാരണം ഒരു സേനാനായകൻ അല്ലെങ്കിൽ ഒരു രാജാവിനേക്കാളും പവറാണല്ലോ ഒരു പടത്തലവന്, അല്ലേ? അതെ. സേനാധിപതി അവിടെ യുദ്ധം വരുന്നുണ്ടെങ്കിൽ ആ പുള്ളി കയറി അടിച്ച് കഴിഞ്ഞിട്ടേ രാജാവിനോട് പോയി പറയുള്ളൂ. രാജാവിനോട് ഓടിപ്പോയി ചോദിച്ച് ഇപ്പോഴൊക്കെ എന്താ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് സമയം നോക്കി പോകുന്ന ആളല്ല. പുള്ളി ഉറച്ച തീരുമാനങ്ങളും സഡനായിട്ട് ആക്ഷൻ എടുക്കുന്ന ആളുമാണ്. അപ്പോൾ ഈ ക്യാരക്ടറെല്ലാം ചൊവ്വയ്ക്കുണ്ട്. അത് ധരിക്കുമ്പം കോറലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പരിധിക്കപ്പുറം ഈ ബർത്ത് ചാർട്ടിലെ ചൊവ്വയുടെ പൊസിഷൻ നമ്മൾ നോക്കി. ഇപ്പം മേട ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു. ചൊവ്വയുടെ ഓൺ ക്ഷേത്രം മേടലഗ്നം എന്ന് പറയുന്നത്, മനസ്സിലല്ലേ? അപ്പം ഏറീസ് അസെൻഡൻ്റ്, അതിനകത്ത് ആണ് മേടലഗ്നം, മേടരാശി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹൗസും പവർഫുൾ രാശിയാണ്. ആ പവർഫുൾ രാശിയാകാൻ തന്നെ കാരണം ചൊവ്വയുടെ ക്ഷേത്രവും സൂര്യൻ്റെ ഉച്ചക്ഷേത്രവും അത്, മനസ്സിലല്ലേ? അപ്പം മേടലഗ്നത്തിൽ തന്നെ ഒരാൾ ജനിച്ചിരിക്കുന്നു, ലഗ്നത്തിൽ തന്നെ ചൊവ്വ നിൽക്കുന്നു. അയാൾക്കൊരു 10-15 ക്യാരറ്റോ കോറൽസ് ഒരിക്കലും നമുക്ക് കൊടുക്കാനേ പറ്റില്ല. കാരണം അയാൾക്ക് ഓവർ കോൺഫിഡൻസും അമിത വിശ്വാസവും മാത്രമല്ല, ഭയങ്കര ഷോർട്ട് ടെമ്പർമെൻറ്റും കൊണ്ട് ഉള്ള ജോലിയും കൂടെ പോയി കളയുക. ജോലി തന്ന പുള്ളിക്കിട്ട് വേണം തല്ലിയിട്ട് ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത്രയും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കോറൽസ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും കോറൽസ് ഒരു ആവശ്യം ഒരു 5 ക്യാരറ്റ് ആണെങ്കിലും ഒരു 4 ക്യാരറ്റൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഒരു വെയിറ്റേജ് നമ്മൾ തീരുമാനിക്കാനായിട്ടല്ലേ? അതാ മേടലഗ്നത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് ദിവസം സംസാരിക്കാനുള്ള കാര്യമുണ്ട്. മേടലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത, വളരെ പ്രത്യേകത, കാരണം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലഗ്നം അത്. ഈ മേടലഗ്നം ഇൻ ജനറലായിട്ട് നോക്കിയാൽ. പക്ഷേ മേടലഗ്നത്തിൽ തന്നെ വലിയ പവർഫുൾ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. കാരണം വെച്ചാൽ ബാക്കി പല പ്ലാനറ്ററി പൊസിഷൻസും ഓഫായി പോയെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു മൈനസ് പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ മേടലഗ്നക്കാരൻ വേറെ സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചൊവ്വയുടെ പൊസിഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട്, കാരണം ചൊവ്വ ഒരു അപകടകാരിയും കൂടി ആയതുകൊണ്ടും, മനസ്സിലല്ലേ, അത് വളരെ പെട്ടെന്ന് വളരെ ഷോർട്ട് ടെമ്പർമെൻ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒരു ക്യാരക്ടേജ് നിശ്ചയിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു, അല്ല വ്യക്തിയിൽ പെട്ടെന്ന് ചേഞ്ചസ് മനസ്സിലാവും. അതേസമയം വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരാൾ, മൂണൊക്കെ തീർത്തും വീക്കായിപ്പോയി, മൂൺ നീചത്തിൽ പോയി,
എന്ന് വിചാരിക്കുക. ചന്ദ്രൻ അപ്പോൾ മനസ്സ് നമ്മുടെ തീരെ ഡൗൺ ആയിപ്പോയി. സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു. തുലാമാസത്തിൽ ജനിച്ചു. വൃശ്ചിക, അതായത് ശാഖം, തൃക്കേട്ട, അനിഴം തൃക്കേട്ടയൊക്കെ സ്റ്റാർ വന്നു. അവൻ ചന്ദ്രന് ബലമില്ല, സൂര്യനും ബലമില്ല. മേട ലഗ്നക്കാരൻ, ചൊവ്വയുടെ സ്റ്റോൺ കൂടുതൽ കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഓരോ വ്യക്തികളുടെ ചാർട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം 100% ഇപ്പം ഈ പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ചാർട്ട് നോക്കാതെ ഒരിക്കൽ പോലും നമുക്ക് ഒരു സ്റ്റോണും സജസ്റ്റ് ചെയ്യാനോ പറയാനോ നിർവാഹമില്ല. ആൾക്കാർ അങ്ങനെ ഭയങ്കര റോങ് ആയിട്ട് ആൾക്കാർ കല്ല് സജസ്റ്റ് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. മകീരൻ നാളാണല്ലേ, നല്ലൊരു കോറൽ, ഒരു പവഴം ഇട്ടോളൂ എന്ന് പറയും, തീർന്നു. അത് ചൊവ്വ റോങ് സൈഡിൽ നിൽക്കുന്ന മകീരൻ നാളുകാരനാണെങ്കിൽ അതോടുകൂടി വെള്ള പരിപാടി തീരും. അപ്പോൾ അത് ഒരിക്കൽ പോലും നമ്മൾ സ്റ്റാർ ബേസ് ചെയ്തിട്ടൊന്നുമല്ല, കൃത്യമായിട്ടുള്ള ബർത്ത് ഡേറ്റ്, ബർത്ത് ടൈം, ഗ്രഹങ്ങളുടെ ബലം, ഡെബിലിറ്റേഷൻ നമ്മൾ ചെയ്യാനായിട്ട് അതാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ പറഞ്ഞ മേട ലഗ്നമുണ്ട്, അതായത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലഗ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് റിലേറ്റഡ് സ്റ്റോൺസ്. മേട ലഗ്നം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചില കല്ലുകൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഇന്ന കല്ലുകൾ കറക്റ്റാന്ന് ഉള്ളത്. അതല്ല എന്നുള്ളത് നമുക്ക് അവിടെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഇനിയുള്ള വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ആ ഒരു വിവരങ്ങൾ ഉൾപ്പെടുത്തണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്തേ.